ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. പെപ്പർ ചിക്കനും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല സ്പൈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ചിക്കൻ്റെ ഒരു ഗ്രേവി തന്നെയാണിത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഇതിന് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ്. നമ്മൾ ഈ ഒരു റെസിപ്പി ചെറിയുള്ളിയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തൊലി കളയുന്നതിന് മുമ്പാണ് 100 ഗ്രാം. അതൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്നങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അരച്ചെടുക്കുന്ന പോലെ ഒരുപാട് ഫൈനായിട്ടൊന്നും അങ്ങ് അരച്ചെടുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത് അരിഞ്ഞെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ചിക്കൻ ഈ ഒരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയും ഓയിലൊന്നും ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം പട്ടയും ഒരു 3 ഏലക്കായും ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ തയ്യാറാക്കുന്നത്. 150 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിനാണ് ഇതൊന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നങ്ങ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുമില്ല. ഈ ഒരു പാകത്തിന് മാത്രം മതിയാവും. പിന്നെ അതിലേക്കൊരു 3 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തില്ലേ, ആ സമയത്തൊന്നും ചതച്ചെടുത്താലും മതിയാവും കേട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടൊരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് കടിക്കാനായിട്ട് ഉള്ളിയും തക്കാളി അതൊന്നും കിട്ടില്ല കേട്ടോ. ഒക്കെ നമുക്ക് ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിട്ടൊന്ന് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ മാറി നല്ല രീതിയിൽ കുക്കായി വരില്ലേ, ആ സമയത്ത് നമ്മൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരളവിന് മതി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളൊക്കെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നിട്ട് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന പാകമുണ്ടല്ലോ, ആ സമയം വരെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ 2-3 മിനിറ്റൊക്കെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ കരിയാതെ കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മളതിലേക്ക് 1 തക്കാളിയാണ് ഇതുപോലെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് കടിക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടാവില്ല. ചിക്കന് നമുക്കൊരു തിക്കായിട്ടുള്ള ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് കുക്കായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ കുക്കായിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഉപ്പും മസാലയൊക്കെ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ, അപ്പോൾ അതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കടിക്കാനായിട്ട് ഈ ഒരു ക്യാപ്സിക്കം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒരു 1-2 മിനിറ്റ് നേരം നമുക്കിതുപോലെ മിക്സാക്കി എടുക്കണേ. എന്നിട്ട് മാത്രം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒരുപാട് കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് കുക്കായി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കുക്കായതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുകയും ചെയ്തോളൂ.
അപ്പോൾ ഞാൻ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അടിയിൽ പിടിക്കുകയും ചെയ്യും. കറക്റ്റായിട്ട് ഈ ചിക്കൻ കുക്കായി കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ കുക്കായി കിട്ടിക്കോളെന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങ് മൈൻഡ് ചെയ്യാതെ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു 3/4 ഭാഗമൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നുകൂടി ഒന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നമ്മൾ തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്നുകൂടി അങ്ങ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് പറഞ്ഞാൽ ചിക്കൻ ഒരുപാട് വെന്ത് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അടച്ചു വെക്കുന്നത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ചിക്കൻ ഇപ്പോൾ ഈ സമയം കൊണ്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ടോട്ടൽ ഒരു 25 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വറ്റി കിട്ടിയിട്ട് ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ ഒക്കെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലും ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണിത് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തോളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്